ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഇപ്പോൾ കേരളം ഓരോ ദിവസവും ഉണരുന്നത്. നമുക്കറിയാം, ആലുവയിൽ 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അന്യസംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടതും കേട്ടതും. ഇപ്പോഴിതാ ഈ ക്രൂരത നടന്ന മാസങ്ങൾക്കകം തന്നെ വീണ്ടും ആലുവയിൽ കൊടും ക്രൂരത നടന്നിരിക്കുകയാണ്. ആലുവ ചാത്തൻപുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളായ 8 വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് മാതാപിതാക്കളുടെ ഒപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. നാട്ടുകാർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ സമീപത്തെ പാടത്ത് നിന്ന് പരിക്കേറ്റ് രക്തം വാർന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇപ്പോഴിത് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി നാട്ടുകാരൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ്. സംഭവത്തിൽ പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഇനി സംഭവം നടന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, അതിഥി തൊഴിലാളിയായ രക്ഷിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 3ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രാത്രി 2 മണിയോടെ ദൃക്സാക്ഷിയായ സുകുമാരൻ വീടിന്റെ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരാൾ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് കാണുകയായിരുന്നു. തുടർന്ന് കരച്ചിൽ കേട്ട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സമീപത്തെ പാടത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ചോരയൊലിച്ച നഗ്നയായ നിലയിലായിരുന്നു കുട്ടി. നാട്ടുകാർ ചേർന്ന് തെരച്ചിൽ നടത്താൻ തുടങ്ങിയതോടെ തട്ടിക്കൊണ്ടുപോയ ആളിന് കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലാണ് കുട്ടിക്ക് രക്ഷയായത്. എന്തായാലും പീഡനത്തിൽ പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടി അപകടനില തരണം ചെയ്തുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും കുട്ടി ഇപ്പോൾ പ്രതിയുടെ ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. കൂടാതെ ആലുവ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഇയാളെ കാണാറുള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നമുക്കറിയാം, ആലുവയിലെ 5 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് വലിയ രീതിയിൽ ഇവിടങ്ങളിൽ പരിശോധന നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം നടന്ന് ഞെട്ടൽ മാറും മുൻപാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.